ഇപ്പം ആർദ്ര സംസാരിച്ചപ്പോൾ വാട്ട് ഐ ഫെൽറ്റ് ഇസ് ലൈക്ക് റിലേഷൻഷിപ്പിലെ വാല്യൂ സിസ്റ്റത്തിന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പം യെസ് യെസ് അതായത് ലീഗലി അല്ലാത്തൊരു പാർട്ട്ണറുടെ കൂടെ തെറാപ്പിക്ക് വരിക, അല്ലെങ്കിൽ വളരെ കോമൺ ആണ്. അതെത്രത്തോളം വളരെ ചേഞ്ച് common ആണ്. ആയിട്ടുണ്ട്? അത് എന്താ പറയാ, ഒരുപാട് പേര് അങ്ങനെയാ വരുന്നത്. ഇപ്പോൾ ഈവൻ ലീഗൽ മാരേജ് കഴിയാത്ത പാർട്ട്നേഴ്സ് കപ്പിൾ തെറപ്പിക്ക് വരുന്നവരുണ്ട്. കല്യാണം ആവാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാരൻസ് ഒക്കെ ഇൻവോൾവ് ആവാൻ വരുന്നുണ്ട്. എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇരുന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലത്തെ സെഷൻസും കാര്യങ്ങളും വരാറുണ്ട്. എപ്പോഴും മാരേജിന് ശേഷം പ്രശ്നം ഉണ്ടാവുന്നു എന്നിട്ട് സെഷന് വരുന്നു, അങ്ങനെയൊന്നും അല്ല ആളുകൾ ഇന്നത്തെ കാലത്ത് സെഷൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്. പ്രീ മാരിറ്റൽ സെഷൻസ് നടക്കാറുണ്ട്. ഈവൻ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് റെഡ് ഫ്ലാഗ് ആണോ ഗ്രീൻ ഫ്ലാഗ് ആണോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞ് ആളുകൾ വരാറുണ്ട്. പല രീതിയിലാണെന്ന് തെറപ്പീസിനെയും സെഷൻസിനെയും ഒക്കെ ആളുകൾ അപ്രോച്ച് ചെയ്യുന്നത്. വളരെ നോർമലായിട്ടാണ് കാണുന്നത്. ഈവൻ ഈ പറയുന്നത് പോലെ രണ്ട് പാർട്ട്നേഴ്സും, അതായത് മാരീഡ് ആയിട്ടുള്ള പാർട്ട്ണറും അതർ പാർട്ട്ണറും ഒക്കെ ആയിട്ട് സെഷൻസിന് വരുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അതായത് 3 പേരുള്ള ഫാമിലി രീതിയിലുള്ള സെഷൻസ് എടുക്കേണ്ടി വരും. നമ്മൾ വിചാരിച്ചിട്ടുള്ള ആ കൺവെൻഷണൽ പാറ്റേൺ അല്ലേ, ഇന്ന് എല്ലാവരും അങ്ങനെയല്ല വർക്ക് ചെയ്യണത്. ആൻഡ് ചിലപ്പോൾ ഈ സൊസൈറ്റി ഇത് അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് പലരും അത് പറയുന്നുണ്ടാവില്ല. ആ സൊസൈറ്റിയെ പേടിച്ചിട്ടല്ലേ? അതെ, ഡെഫിനറ്റ്ലി. അവർക്ക് ആർക്കും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ പ്രശ്നം? നമുക്കറിയാത്തൊരു ന്യൂ സിസ്റ്റത്തിനെ നമ്മൾ അത്ഭുതത്തോടെ നോക്കുന്നത് പോലെയാണ് പല കാര്യങ്ങളെയും നമ്മൾ കാണുന്നത്.